ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാർച്ച് 2024 മാർച്ച് 20 മുതൽ 31 വരെയുള്ള പ്രധാനപ്പെട്ട ഇവന്റ്സുകൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുൻപേ കറന്റ് അഫയേഴ്സ് ഈ വീക്കിൽ രണ്ടെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കാണാത്തവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എന്തായാലും ഈ വീക്കിന് അതായത് ഈ മന്തിലെ ലാസ്റ്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് സെഷനാണ് ഇന്ന് നോക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് പോയിന്റ് ഒരു എക്സസൈസ് ആണ്, ടൈഗർ ട്രയംഫ് 24 എക്സസൈസ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ഇന്ത്യയും USA തമ്മിലുള്ളതാണ്. ഇന്ത്യ USA തമ്മിൽ അവർ ബൈലേറ്ററൽ ആയിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് ആണ് ടൈഗർ ട്രയംഫ് എന്ന് പറയുന്നത് 24 എക്സസൈസ്. സോ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ചോദിക്കുക, ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് US. സ്വിസ് ഓർഗനൈസേഷൻ ഇഗ്വേർ അനുസരിച്ച് ന്യൂഡൽഹി വേൾഡ്സ് മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ ആയിട്ട് 4ാമത്തെ കോൺസിക്യൂട്ടീവ് ഇയറിലും ന്യൂഡൽഹി തന്നെയാണ് ഫസ്റ്റ് പൊസിഷൻ. വേൾഡ്സിലെ മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന പേര് ന്യൂഡൽഹിക്ക് തന്നെയാണ് ഇപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത്. 2018 മുതൽ തന്നെ ഇതാണ് മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് 2024 സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന മാർച്ച് 20-നാണ്. യുണൈറ്റഡ് നേഷൻസ് ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഹാപ്പിനെസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് അവെയർ ആക്കുക, അല്ലെ അതിന് വേണ്ടിയിട്ട് ഒരു അവയർനെസ് കൊടുക്കുക, അതൊക്കെയാണ് ഈ ഒരു ഡേയ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ മാർച്ച് 20 സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ബൈ UN. ഇന്ത്യയുടെ ആദ്യ ആയുർവേദിക് റെസ്റ്റോറന്റ് ആണ്, അതിന്റെ പേര് സോമ എന്നാണ്. ആ സോമ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ലീഡർഷിപ്പ് ഓഫ് ഹിമാൻഷു മഹർഷി ആയുർവേദ ഹോസ്പിറ്റൽ, ഷാലിമാർ ബാഗ്, ന്യൂഡൽഹിയിലാണ്. സോ ആയുർവേദ റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും പേഷ്യൻസിനെ പഞ്ചകർമ്മ തെറാപ്പിയിലൂടെ എന്തായിരിക്കും അതുപോലെ കെയർ കൊടുത്തായിരിക്കും ട്രീറ്റ് ചെയ്യുന്ന ഈ ഒരു ഹോസ്പിറ്റൽ. അതുപോലെ മെഡിറ്റേഷൻ റൂം, യോഗ ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. സോ അത് ഫസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ ആദ്യ ആയുർവേദിക് റെസ്റ്റോറന്റ് ആണ്, അതിന്റെ പേര് സോമ എന്നാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. മിഷൻ 414 എന്ന് പറയുന്ന ഒരു മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മിഷൻ 414 എന്ന് കേൾക്കുമ്പോൾ നമുക്കത് എന്താണെന്ന് മനസ്സിലാവില്ല. ആര് കൊണ്ടുവന്നതാണ്, ഏത് മിനിസ്ട്രി കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷൻ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഏത് ബോഡി കൊണ്ടുവന്നതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്, ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ ആണ് മിഷൻ 414 എന്ന് പറയുന്നത്. അതായത് ഹിമാചൽ പ്രദേശിലെ 414 പോളിംഗ് സ്റ്റേഷൻസിന് ടേൺ ഔട്ട് മാക്സിമൈസ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവന്നത് ഒരു ക്യാമ്പയിൻ ആണ് മിഷൻ 414 എന്ന് പറയുന്നത്. ലാസ്റ്റ് ലോക്സഭ ഇലക്ഷൻ ഏകദേശം 60% കുറവായിരുന്നു ടേൺ ഔട്ട്. അപ്പോൾ അത് മാക്സിമൈസ് ചെയ്യുക എന്നതാണ് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ത്യ വെൽസ് 24 ടൈറ്റിൽ, ഓപ്പൺ 24 ടൈറ്റിൽ ലഭിച്ചത് കാർലോസ് അൽക്കാരിസ്. ഡിഫീറ്റ് ചെയ്തിരിക്കുന്ന ഡാനിയൽ മെഡ്വെഡേവ്. ആർക്കെതിരെയാണെന്ന് ചോദിക്കാം, ഡാനിയൽ മെഡ്വെഡേവ്. ഡാനിയലിനെ പരാജയപ്പെടുത്തി കാർലോസ് അൽക്കാരിസ് ആണ് ഇന്ത്യൻ വെൽസ് 24 ടൈറ്റിൽ ലഭിച്ചത്. അപ്പം കാർലോസ് അൽക്കാരിസ് സ്പെയിൻ രാജ്യമാണ്. റഷ്യയുടെ ഡാനിയൽ മെഡ്വെഡേവിനെയാണ് ഡിഫീറ്റ് ചെയ്തത്. ഫോർമുല 4 റേസ് ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്തത് ശ്രീനഗറിലാണ്. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് ഫോർമുല 4 റേസ് ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ശ്രീനഗർ. നെക്സ്റ്റ് ഒരു സൈക്ലോണിന്റെ പേരാണ് ചോദിക്കാം. ഈ ഒരു സൈക്ലോൺ ഏത് രാജ്യത്തിലോട്ടാണ് കോസ് ചെയ്തത് അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ വിതച്ചതെന്ന് ചോദിക്കും. സൈക്ലോണിന്റെ പേരാണ് സൈക്ലോൺ മെഗാൻ. സോ ഇത് നാശനഷ്ടം വരുത്തിയത് നോർത്തേൺ ഓസ്ട്രേലിയയിലാണ് ഇത് ഡിവാസ്റ്റേഷൻ ഉണ്ടാക്കിയത്. സോ അതിന്റെ പേര് ഓർത്തിരിക്കുക, മെഗാൻ. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024. ഇന്ത്യയുടെ റാങ്ക് 126 തന്നെയാണ്. ലാസ്റ്റ് ഇയർ പോലെ തന്നെ ഇന്ത്യ 126th പൊസിഷൻ തന്നെയാണ്. ഫസ്റ്റ് പൊസിഷൻ ഫിൻലാൻഡ് ആണ്. ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിൻലാൻഡ് ആണ്. ഫസ്റ്റ് പൊസിഷൻ ഫിൻലാൻഡിനാണ്. ഇന്ത്യ എപ്പോഴും എന്താണ് 126th റാങ്ക് തന്നെയാണ്. നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ആണ് സഖി ആപ്പ്. സോ ആ ഒരു ആപ്ലിക്കേഷൻ ആര് കൊണ്ടുവന്നാൽ ആര് ഡെവലപ്പ് ചെയ്തതാണെന്ന് ചോദിക്കാം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആപ്പാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഗഗൻയാൻ ക്രൂവിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആപ്പാണ് സഖി ആപ്പ് എന്ന് പറയുന്നത്. ഈ സഖിയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് ക്രൂ ഇന്ററാക്ഷൻ. സ്പേസ് ബോൺ അസിസ്റ്റന്റ്
and crew interaction. സോ അതാണ് സഖി ആപ്പ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ആസ്ട്രോണൈറ്റ്സിന്റെ ഹെൽത്തിനെയൊക്കെ മോണിറ്റർ ചെയ്യുക, അവർ സ്റ്റേ കണക്റ്റഡ് വിത്ത് എർത്ത്, അവരുടെ ഡയറ്റ് ഷെഡ്യൂളിനെ കുറിച്ചൊക്കെ അലേർട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് സഖി ആപ്പ് കൊണ്ടുവന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. ആർക്ക് വേണ്ടിയിട്ടാണ്? ഗഗൻയാൻ മിഷൻ അല്ലെങ്കിൽ ഗഗൻയാൻ ക്രൂവിന് വേണ്ടിയിട്ട്. മിഷനിൽ പങ്കെടുക്കുന്ന എന്താണ് നമ്മൾ ഇന്ത്യയുടെ ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റ് ആയിട്ടുള്ള ഗഗൻയാൻ മിഷനിൽ പങ്കെടുക്കുന്ന ഗഗൻയാൻ ക്രൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. 2024 സംഗീത് കലാനിധി അവാർഡ് ലഭിച്ചിരിക്കുന്നത് TM കൃഷ്ണ. ഫേമസ് ആയിട്ടുള്ള ഒരു കർണാടക കമ്പോസർ ആണ്. തൊടൂർ മാധബുഷി കൃഷ്ണ എന്നാണ് ഫുൾ നെയിം. 2024 സംഗീത കലാനിധി അവാർഡ് ലഭിച്ചു. ഇന്ത്യ സെക്കൻഡ് യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് ഓഫ് ദ ഇയർ ലഭിച്ചിരിക്കുന്ന ഒരു ഫിൻടെക് കമ്പനിയായ പെർഫ്യൂസിനോട്. പെർഫ്യൂസ് അല്ലെങ്കിൽ അതിന്റെ പേര് പെർഫ്യൂസ് സെക്കൻഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ വർഷം ഫസ്റ്റ് വന്നിരിക്കുന്ന ഭവിഷ് അഗർവാളിന്റെ AI വെഞ്ചർ ക്രൂട്രിയം എന്നതിന് ശേഷം വന്നിരിക്കുന്നതാണ് പെർഫ്യൂസ് എന്ന് പറയുന്നത്. സോ ഇന്ത്യ സെക്കൻഡ് യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് ഓഫ് 2024 ആണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിൻടെക് ഫേം ആണിത്. നെക്സ്റ്റും ഒരു ആപ്ലിക്കേഷൻ ആണ് ത്രിനേത്ര ആപ്പ് 2.0. അത് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഉത്തർപ്രദേശ് പോലീസ് ആണ്. ഉത്തർപ്രദേശ് പോലീസ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ത്രിനേത്ര ആപ്പ് 2.0. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ക്രൈം പ്രിവെൻഷനും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ സഹായിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആപ്പാണ് ത്രിനേത്ര ആപ്പ് 2.0 എന്ന് പറയുന്നത് ബൈ UP പോലീസ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാശ്മീരിൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് ലാൻഡ് പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര ഏകദേശം 2.5 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അപ്പം അതായത് ഇവിടുത്തെ ഷിൻഡെയാണ് ഭരിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഒരു ഗസ്റ്റ് ഹൗസ് രാജ്ഭവൻ അവിടെ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ മഹാരാഷ്ട്ര ഭവൻ സെൻട്രൽ കാശ്മീരിലൊക്കെ പണിയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. 2.5 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്. ഓൾ ഇന്ത്യ റേഡിയോ അല്ലെങ്കിൽ AIR. സോ AIRന്റെ ഡയറക്ടർ ജനറൽ ആയിരിക്കുന്നത് വ്യക്തിയാണ് മൗഷുമി ചക്രബർത്തി. ഡയറക്ടർ ജനറൽ ഓഫ് AIR അതായത് ഓൾ ഇന്ത്യ റേഡിയോ മൗഷുമി ചക്രബർത്തി. വസുധ ഗുപ്തനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ടീം ഇന്ത്യയുടെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആയിട്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് വന്നിരിക്കുന്നത് യെസ് ബാങ്കുമായിട്ടാണ്. സോ യെസ് ബാങ്കും ആരും തമ്മിലാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അപ്കമിങ് പാരീസ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള പാർട്ണർഷിപ്പാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു ലോഞ്ച് പോർട്ടൽ ഫോർ റിയൽ ടൈം ഇൻഫർമേഷൻ അബൌട്ട് വാട്ടർ ഇൻ ഡാംസ് ആൻഡ് കനാൽസ്. ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. സോ അത് ജയ്പൂരിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, രാജസ്ഥാനിൽ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡാംസിലെ റിസർവോയ്സിലേക്ക് വാട്ടർ ലെവലിനെ കുറിച്ചുള്ള റിയൽ ടൈം ഇൻഫർമേഷൻ കൊടുക്കുക, അതുപോലെ വാട്ടറിന്റെ അവൈലബിലിറ്റി എന്തുമാത്രം ക്വാണ്ടിറ്റി ഉണ്ട് സ്റ്റേറ്റിന്റെ പല ഭാഗത്തുള്ള കനാൽസിലൊക്കെ എന്ന് പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടൽ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമേ ആരാണ്? രാജസ്ഥാനിൽ ജയ്പൂരിലാണ് അത് ലോഞ്ച് ചെയ്തത്. ജയ്പൂർ ഇൻ രാജസ്ഥാൻ. വേൾഡ് ഫോറസ്ട്രി ഡേ മാർച്ച് 21 സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്, വേൾഡ് ഫോറസ്ട്രി ഡേ എന്നൊക്കെ പറയും. എല്ലാ വർഷവും മാർച്ച് 21 സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തിനാന്ന് ചോദിച്ചാൽ എന്താണ്? പേരിൽ തന്നെയുണ്ട്. ഫോറസ്റ്റിന്റെ എല്ലാ ടൈപ്പിലുള്ള ഫോറസ്റ്റിന്റെയും പ്രാധാന്യം എന്താണെന്ന് അവയർനെസ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. സോ ഈ വർഷത്തെ ഒരു തീം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ്. ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ അതുപോലെ തന്നെ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ്. സോ മാർച്ച് 21 ഫോറസ്ട്രി ഡേ ആണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും മാർച്ച് 21 ഇന്റർനാഷണൽ ഡേ ഫോർ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ
കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ ഒക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഒക്കെ റിമൈൻഡ് ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ഡേ നമ്മൾ ആചരിക്കുന്നത്. സോ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഡിക്കേഡ് ഓഫ് റെക്കഗ്നിഷൻ, ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ഇന്റർനാഷണൽ ഡിക്കേഡ് ഫോർ പീപ്പിൾ ഓഫ് ആഫ്രിക്കൻ ഡിസൈൻ. ഇച്ചിരി വലുതാണ്, അപ്പോൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഈ ഫോറസ്ട്രി ഡേ മാത്രമല്ല, ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷനും കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് മാർച്ച് 21-നാണ്. നെക്സ്റ്റ് പോയിന്റ്, ഭാഷാ നെറ്റ് പോർട്ടൽ. സോ ഈ പോർട്ടൽ ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കാം. നമുക്ക് പെട്ടെന്ന് ഭാഷാ നെറ്റ് പോർട്ടൽ എന്നൊക്കെ പറയുമ്പോൾ ഗസ് അടിച്ച് നമ്മൾ ചിലപ്പം ആൻസർ മാറാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം. അത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT, ആ മിനിസ്ട്രി ലോഞ്ച് ചെയ്തതാണ് ഭാഷാ നെറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി റഷ്യൻസും, അതായത് റഷ്യയിലെയും ബെലാറസിലെയും ഈ 2 രാജ്യങ്ങളിലെയും അത്ലറ്റ്സിനെ പാരീസ് ഒളിമ്പിക് ഗെയിംസിന്റെ ഇനോഗ്രേഷൻ സെറിമണിയിൽ നാഷണൽ പരേഡിൽ പങ്കെടുക്കാൻ അലൗ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രാജ്യങ്ങളാണെന്ന് ചോദിക്കാം, റഷ്യ ആൻഡ് ബെലാറസ്. 2035 US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് സെയിൽ ഓഫ് പെട്രോൾ പവേർഡ് ആയിട്ടുള്ള കാർസിന് ബാൻ ഉണ്ടാവുമെന്നാണ്. 2035 ഏത് വർഷത്തോടു കൂടിയാണെന്ന് ചോദിക്കാം. അപ്പോൾ കുറച്ചൊരു ജനറൽ സ്റ്റാൻസ് ആണ് യൂറോപ്യൻ യൂണിയനേക്കാളും ബ്രിട്ടനേക്കാളും അവർ എടുക്കുന്നത്. എല്ലാ പെട്രോൾ പവേർഡ് കാർസിന്റെ സെയിൽസും ബാൻ ചെയ്യും 2035 കൂടി. നെക്സ്റ്റ് ഒരു അവാർഡാണ്, ISROയ്ക്ക് ഏവിയേഷൻ വീക്ക് ലൗറേറ്റ്സ് അവാർഡ് ചന്ദ്രയാൻ 3ക്ക് വേണ്ടിയിട്ട് ലഭിച്ചു. ഏവിയേഷൻ വീക്ക് ലൗറിയേറ്റ്സ് അവാർഡ് ചന്ദ്രയാൻ 3ക്ക് വേണ്ടിയിട്ട് ISROയ്ക്ക് ലഭിച്ചു. നെക്സ്റ്റ് ഒരു എക്സസൈസ് ആണ്, ട്രൈലേറ്ററൽ എക്സസൈസ് 2024. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ഇന്ത്യ, മൊസാംബിക്, ടാൻസാനിയ. ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള എക്സസൈസ് ആണ് ട്രൈലാറ്ററൽ 2024 എക്സസൈസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നോൺ ഭൂട്ടാനീസ് പേഴ്സൺ ടു ബി ഹോണേർഡ് വിത്ത് ഭൂട്ടാൻസ് ഓർഡർ ഓഫ് ദി ഡ്രേ ഗ്യാൽപോ, അത് അവരുടെ അവാർഡിന്റെ പേരാണ്, ഓർഡർ ഓഫ് ദി ഡ്രേ ഗ്യാൽപോ അവാർഡ് എന്ന് പറയുന്നത്. അത് ലഭിച്ചത് PM നരേന്ദ്രമോദിക്കാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വേൾഡ് വാട്ടർ ഡേ 2024 മാർച്ച് 24-നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ തീം വാട്ടർ ഫോർ പീസ്. ഈ വർഷത്തെ തീം വാട്ടർ ഫോർ പീസ്. സോ ഹൈതിയിൽ നിന്നും സിറ്റിസൻസിനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹൈതി, അതായത് ഡൊമിനിഷ്യൻ റിപ്പബ്ലിക്കിലുള്ള ഹൈതിയിൽ നിന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള അവരുടെ ഒരു ഓപ്പറേഷന്റെ പേരാണ്. ഏകദേശം 90 സിറ്റിസൻസ് ബ്രിങ് ബാക്ക് ചെയ്യുകയാണ്. കാരണം ഹൈതിയിൽ കരീബിയൻ നേഷൻ സെക്യൂരിറ്റി സിറ്റുവേഷൻ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് അവിടെ ഒരു എംബസി ഹൈതിയിലില്ല. സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യുന്നത് സാന്റോ ഡൊമിനിക്ക, അതായത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റലിലുള്ള ഇന്ത്യൻ മിഷനാണ്. അവിടെ ക്രിമിനൽ ഗാങ്സ് ഒക്കെ അവിടെ അധികാരമൊക്കെ വീണ്ടെടുത്തു. അപ്പം ഒത്തിരി ജനങ്ങൾ ഡിസ്പ്ലേസ് ചെയ്യുകയും ഒത്തിരി പേര് മരിക്കുകയൊക്കെ ചെയ്തു. സോ അതുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ മെൻ സിംഗിൾസ് ടൈറ്റിൽ ഇൻ ദ ലെബനൻ വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ ടൂർണമെന്റ്. പേരെന്താണ്? സത്യൻ ജ്ഞാനശേഖരൻ. ടേബിൾ ടെന്നീസ് ആണ് ഇന്ത്യയുടെ സത്യൻ ജ്ഞാനശേഖരനാണ് വേൾഡ് സിംഗിൾസ് ടൈറ്റിൽ ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ. ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ടു ബി അറസ്റ്റഡ് വൈൽ ഇൻ ഓഫീസ്. ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഏതാണ്? നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ കാണുന്നതാണ്. ഡൽഹി CM ആയ അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിന് ED അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു ഡൽഹി ലിക്വർ പോളിസി കേസുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഫസ്റ്റ് ഓഫീസിൽ ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ ആണ്. ഡൽഹി CM ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഡിസേബിൾഡ് പേഴ്സൺസിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷന്റെ പേരാണ് സക്ഷം ആപ്പ്. അവർക്ക് ഈസി വോട്ടിങ്ങിനൊക്കെ ഫെസിലിറ്റേറ്റ് അല്ല സഹായിക്കുന്ന രീതിയിൽ പോളിംഗ് സ്റ്റേഷൻസിലൊക്കെ ഫെസിലിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആപ്പാണ് സക്ഷൻ ആപ്പ് എന്ന് പറയുന്നത്. സോ ആരാണ് കൊണ്ടുവന്നത്? ഇലക്ഷൻ കമ്മീഷനാണ്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഡിസേബിൾഡ് പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ളത്. ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ഒരു അസ്റ്റീറോയിഡിന് ഒരു പ്രൊഫസറുടെ പേര്, ഒരു ഇന്ത്യന്റെ പേര് കൊടുത്തു, ജയന്ത് മൂർത്തി.
ആക്ടിംഗ് ഡയറക്ടർ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2005X296 എന്നായിരുന്നു നേരത്തെ അതിന്റെ പേരെങ്കിൽ ഇപ്പോൾ അതിന്റെ പേര് 215884 ജയന്തി മൂർത്തി എന്നാണ്. IA കൊണ്ടുവന്നിരിക്കുന്നതാണ്. സോ അദ്ദേഹത്തിന്റെ പേര് ജയന്ത് മൂർത്തി എന്നാണ്. അദ്ദേഹം ആരായിരുന്നു? ആക്ടിംഗ് ഡയറക്ടർ ഓഫ് IIA, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. മാർച്ച് 24 വേൾഡ് TB ഡേ അല്ലെങ്കിൽ ട്യൂബർക്യുലോസിസ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യെസ് വി ക്യാൻ എൻഡ് TB. യെസ് വി ക്യാൻ എൻഡ് TB 2024 തീം എന്താണ്? അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബർകുലോസിസിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക, അതിന്റെ സ്പ്രെഡ് എങ്ങനെ തടയാമെന്നതിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക എന്നതാണ് ഈ ഒരു ഡേയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ മാർച്ച് 24 വേൾഡ് TB ഡേ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ കണ്ടിജന്റിനെ അല്ലെങ്കിൽ കണ്ടിൻജന്റ് അതിനെ ലീഡ് ചെയ്യുന്നത് ശരത് കമാലാണ്. ശരത് കമാൽ നമ്മുടെ ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്. അദ്ദേഹമായിരിക്കും ഇതിനെ ലീഡ് ചെയ്യുന്നത്, ഇന്ത്യൻ ഫ്ലാഗ് ക്യാരി ചെയ്യുന്നത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ശരത് കമാൽ. ഇന്ത്യൻ നേവി ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ സങ്കൽപ്. സോ പുതിയതായിട്ട് അയർലൻഡിൽ വന്ന PM യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ്. 37 ഇയേഴ്സ് ഉള്ള അദ്ദേഹത്തിന്. സൈമൺ ഹാരിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതിന് മുന്നുണ്ടായിരുന്ന CM അല്ല PM, അദ്ദേഹത്തിന്റെ പേര് ലിയോ വരദ്കർ. അദ്ദേഹം റിസൈൻ ചെയ്തു. സോ അതുകൊണ്ട് തന്നെ പുതിയ ആൾ വന്നു. അത് യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന്റെ പേര് ഇന്ത്യൻ ഒറിജിൻ ആണ് അദ്ദേഹം, സൈമൺ ഹാരിസ്. ഡോൾ ജാത്ര മഹോത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? വെസ്റ്റ് ബംഗാളിലാണ്. സോ ബംഗാളി കലണ്ടർ അനുസരിച്ച് ഡോൾ ജാത്ര, അതിനെ ഡോൾ പൂർണിമ എന്നും പറയും. അത് ആ ഒരു വർഷത്തെ ലാസ്റ്റ് ഫെസ്റ്റിവൽ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഏത് സംസ്ഥാനമാണ്, ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലാണ്. ഫസ്റ്റ് പേഴ്സൺ ടു റീച്ച് നിമോ, ദ മോസ്റ്റ് റിമോട്ട് പോയിന്റ് ഓൺ എർത്ത് എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ക്രിസ് ബ്രൗൺ ആണ്. ക്രിസ് ബ്രൗൺ. സോ സീപോൾ പോയിന്റ് ആണ് നെമോ എന്ന് പറയുന്നത് പസഫിക് ഓഷ്യനിൽ, സദേൺ പസഫിക് ഓഷ്യനിൽ ന്യൂസിലാൻഡിന്റെ ഈസ്റ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്. സോ അവിടെ എത്തുന്ന ഫസ്റ്റ് പേഴ്സൺ ആണ് ക്രിസ് ബ്രൗൺ എന്ന് പറയുന്നത്. ക്രിസ് ബ്രൗൺ. ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ടു അച്ചീവ് ദ ഫീറ്റ് ഓഫ് സ്കോറിംഗ് 12,000 റൺസ് ഇൻ ദ T20 ഫോർമാറ്റ്. വിരാട് കോഹ്ലിയാണ്. ഇന്ത്യൻ ക്രിക്കറ്ററായ വിരാട് കോഹ്ലിയാണ് ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ടു അച്ചീവ് എന്ന 12,000 റൺസ്, ടു സ്കോർ 12,000 റൺസ്, അതായത് T20 ഫോർമാറ്റ് 12,000 റൺസ് സ്കോർ ചെയ്യുന്ന ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്ററാണ് വിരാട് കോഹ്ലി. സോ വിരാട് കോഹ്ലി ഇത് അച്ചീവ് ചെയ്തത് ഓപ്പണിംഗ് മാച്ച് ഓഫ് IPL 2024 IPL CSKയും അതുപോലെ RCB റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ നടന്ന മത്സരത്തിലാണ് ഇത് അച്ചീവ് ചെയ്തത്. നമ്മൾ പറഞ്ഞു ഇത് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റർ ആണ്. ഇതിന് ശേഷം വരുന്നത് രോഹിത് ശർമ്മയാണ്, സെക്കൻഡ് ഹയസ്റ്റ് റൺ സ്കോറർ എന്ന് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് നിൽക്കുന്നത് വെസ്റ്റ് ഇൻഡീസിന്റെ ഓപ്പണറായ ക്രിസ് ഗെയിലാണ്. 14,000 മേളിൽ സ്കോർ റൺസ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഫോളോ ചെയ്ത് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഷോയിബ് മാലിക് ആണ്. സോ ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ആണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. പോർച്ചുഗലിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ലൂയിസ് മൊണ്ടെഗറോ. പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ലൂയിസ് മൊണ്ടെഗറോ. സോ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുതിയതായിട്ട് വരുന്ന പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അവരുടെ പേരൊക്കെ മനസ്സിലാക്കി ഇരിക്കണം. എബൽ പ്രൈസ് ലഭിച്ചത് ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനായ മൈക്കൽ ടാലഗ്രന്റ്. ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആണ് അദ്ദേഹം. എബൽ പ്രൈസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ ഒരു നോബൽ പ്രൈസ് ആയിട്ടൊക്കെ കണക്കാക്കും. കൊടുക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ഓഫ് നോർവേ ആണ്. സോ അത് ഇത്തവണ ലഭിച്ചത് ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനായ മൈക്കൽ ടാലഗ്രന്റ്. നെക്സ്റ്റ് പോയിന്റ്, ഹ്യൂറൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം മുംബൈ എന്ന് പറയുന്ന ബില്യണർ ക്യാപിറ്റൽ ഓഫ് ഏഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. ബില്യണർ ക്യാപിറ്റൽ ഓഫ് ഏഷ്യ. ഒരു ന്യൂ വെറൈറ്റി ഓഫ് കോക്കനട്ട്, അതായത് ഡ്വാർഫ് വെറൈറ്റി ഓഫ് കോക്കനട്ട് ആണ്. ഡ്വാർഫ് വെറൈറ്റി ഓഫ് കോക്കനട്ട്. സോ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത് കർണാടകയാണ്. കർണാടകയിലെ CPCR, അതായത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന്റെ പേര് കൽപ്പസുവർണ. അതിന്റെ പേര് കൂടി ഓർത്തിരിക്കുക, കൽപ്പസുവർണ. ശിക്ഷ സുധാർ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത് ഗുജറാത്ത് ഗവൺമെന്റ് ആണ്. ശിക്ഷ സുധാൻ. അപ്പൊ എഡ്യൂക്കേഷനെ മോഡേണൈസ് ചെയ്യുക എന്നൊരു അതിന് വേണ്ടിയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പാണ്. അന്ന് ഗുജറാത്ത് മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ അദ്ദേഹമാണ് ഈ ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുന്നത്.
എവർറെഡി ബാറ്ററി അവരുടെ പാർട്ട്ണർഷിപ്പ് EIIL അതായത് എവർറെഡി ഇൻഡസ്ട്രീസ് ഇന്ത്യ അവരുടെ പാർട്ട്ണർഷിപ്പ് ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ് ആയ നീരജ് ചോപ്ര, നമുക്കറിയാം വേൾഡ് നമ്പർ 1 മെൻസ് ജാവലിൻ ത്രോ ആണ്, അത് പുതിയ ന്യൂ അംബാസിഡർ ആയിട്ട് നിയമിച്ചു നീരജ് ചോപ്ര ജാവലിൻ ത്രോ. സെനഗലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് ബസീറിയോ ഡിയോമോയ്. നമ്മൾ 2-3 രാജ്യങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു, പുതിയതായിട്ട് വരുന്ന പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റർമാരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ബസിറോ ഡിയോമയാണ് പുതിയ സെനഗലിന്റെ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത്. ചൈനയിലെ വേൾഡ് ബില്യാർഡ്സ് മ്യൂസിയം, ഷാങ്കാറോ സിറ്റിയിലെ വേൾഡ് ബില്യാർഡ്സ് മ്യൂസിയത്തിൽ ഹോൾ ഓഫ് ഫെയിമിൽ ഇൻഡക്ട് ആഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പങ്കജ് അദ്വാനി. പങ്കജ് അദ്വാനി നമുക്കറിയാം ആരാണ്, അദ്ദേഹം ഒരു ബില്യാർഡ്സ്. സോ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അർജുന അവാർഡ്, ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. വേൾഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കോമ്പറ്റീഷൻ ചാമ്പ്യൻഷിപ്പിൽ വോൺ ചെയ്തിട്ടൊക്കെ ഉണ്ട്. സോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പദവി ലഭിച്ചു. തേർഡ് സമ്മിറ്റ് ഫോർ ഡെമോക്രസി നടന്നത്, തേർഡ് സമ്മിറ്റ് ഫോർ ഡെമോക്രസി സൗത്ത് കൊറിയയിലാണ് നടന്നത്. സൗത്ത് കൊറിയ ഇനോഗ്രേറ്റ് ചെയ്തത് സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് യോങ് സുക് യോൾ. അതിൽ US സെക്രട്ടറി ഒക്കെ പങ്കെടുത്തു. സോ ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത്, തേർഡ് സമ്മിറ്റ് ഓഫ് ഡെമോക്രസി 2024 തീം എന്ന് പറയുന്നത് ഡെമോക്രസി ഫോർ ഫ്യൂച്ചർ ജനറേഷൻ എന്നതാണ് തീം എന്ന് പറയുന്നത്. ഫസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രി ടു പാസ് സെയിം സെക്സ് മാരേജ് ബിൽ എന്ന് പറയുന്നത് തായ്ലാന്റ് ആണ്. ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ കൺട്രി സെയിം സെക്സ് മാരേജ് ബില്ല് പാസ്സാക്കുന്ന ആദ്യ സൗത്ത് ഏഷ്യൻ കൺട്രിയാണ് തായ്ലാന്റ്. സോ 2019 തായ്വാൻ പാർലമെന്റ് ഫസ്റ്റ് ഇൻ ഏഷ്യ, അതായത് സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്യുന്ന ഏഷ്യയിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് തായ്വാൻ പാർലമെന്റ് ആണ്. സോ അത് ഏഷ്യയിലെ തേർഡ് ആണ്. സോ ഇത് സൗത്ത് ഈസ്റ്റ് ആയിട്ട് ഏഷ്യൻ കൺട്രിയിലെ ഫസ്റ്റ് വൺ ആണ് തായ്ലാന്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 18 years എബോ ആയിട്ടുള്ള സെയിം സെക്സ് പാർട്ട്നേഴ്സിന് അവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാം, അതുപോലെ ടാക്സ് ബെനിഫിറ്റ്, ചൈൽഡ് അഡോപ്ഷൻ, അതിനൊക്കെ എന്താണ് ലീഗലി വാല്യൂ ഉണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 2024 ഫസ്റ്റ് ന്യൂക്ലിയർ എനർജി സമ്മിറ്റ് ഹെൽഡ് ചെയ്തിരിക്കുന്നത് ബ്രസൽസിലാണ്, ബെൽജിയത്തിലെ ബെൽജിയം. ഏകദേശം 34 കൺട്രീസിലെ ലീഡേഴ്സ് ഇതിൽ പങ്കെടുത്തു. അതിൽ ഡിസ്കസ് ചെയ്തത് ന്യൂക്ലിയർ എനർജി, നെറ്റ് സീറോ എമിഷൻസിന് വേണ്ടി എത്താൻ വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയർ എനർജിയുടെ യൂസേജിനെ കുറിച്ച്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു ഈ ഒരു ന്യൂക്ലിയർ എനർജി സമ്മിറ്റ് എന്ന് പറയുന്നത്. ഇത് അറേഞ്ച് ചെയ്ത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA ആണ്. ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ടു പ്ലേ 150 മാച്ച് ഇന്റർനാഷണൽ ഫുട്ബോളിൽ കളിക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയർ സുനിൽ ഛേത്രി. സോ ലോകത്തെ തന്നെ 8ാമത്തെ പ്ലെയർ ആണ്, ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ആണ്. ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ, പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വിത്ത് 205 മാച്ചസ് ആണ് അദ്ദേഹം കളിച്ചത്. ഇന്ത്യൻ മെൻസ് ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് സുനിൽ ഛേത്രി. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ അക്വംസ് ഡ്രഗ്സ്. സോ ഈ കമ്പനി അവരുടെ ഫസ്റ്റ് ഇൻഡിജീനിയസ് ഹൈഡ്രോക്സൈഡ് ഓറൽ സസ്പെൻഷൻ ലോഞ്ച് ചെയ്തു. എന്തിന്റെ ട്രീറ്റ്മെന്റ് ആണ്, ഏതൊരു ഡിസീസിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിനാണ് അത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ സിക്കിൾ സെൽ ഡിസീസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ IPL ഹിസ്റ്ററിയിൽ ഫസ്റ്റ് എവറിൽ ഹയസ്റ്റ് സ്കോർ ചെയ്തത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്, ഹയസ്റ്റ് ടീം സ്കോറർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് IPL. സിവിഗിൽ ആപ്പ് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണ്. സിവിഗിൽ ആപ്പ് അതായത് ഇലക്ഷന്റെ എക്സ്പെൻഡിച്ചർ അല്ലെ ഇലക്ഷൻ ടൈമിലുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ വയലേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സിറ്റിസൺസിന് അലൗ ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ആപ്പാണ് സിവിഗിൽ ആപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അവർ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അയച്ച് അങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ ആപ്പ്. NIA അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്ത്, അതുപോലെ തന്നെ NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, അതിന്റെ പുതിയ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് NDRF, അതിന്റെ പുതിയ ഡയറക്ടർ ജനറൽ പീയൂഷ് ആനന്ദ്. സോ NIAയുടെ സദാനന്ദ് വസന്ത്, NDRFന്റെ പീയൂഷ് ആനന്ദ്. ഫ്രാൻസിസ് സ്കോട്ട് ബ്രിഡ്ജ് കൊളാപ്സുമായിട്ട് ബന്ധപ്പെട്ട് USA എമർജൻസി മേരിലാൻഡിൽ ഡിക്ലെയർ ചെയ്തു.
26th മാർച്ചിന്. സോ ഫ്രാൻസിസ് സ്കോട്ട് ബ്രിഡ്ജ് 1977 കൺസ്ട്രക്ട് ചെയ്തതാണ്. ആ ഒരു ഷിപ്പ് ഈ ഒരു ഫ്രാൻസിസ് സ്കോട്ട് ബ്രിഡ്ജുമായിട്ട് കൊളൈഡ് ചെയ്തിരിക്കുന്ന ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കണ്ടെയ്നർ ഷിപ്പാണ് ഡാലി ബേസ്ഡ് ആയിട്ടുള്ളത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തു. ഫ്രാൻസിസ് സ്കോട്ട് എന്ന പേര് വരാൻ കാരണം US നാഷണൽ ആന്തത്തിന് കമ്പോസ്ഡ് ആണ് അദ്ദേഹം. സോ അദ്ദേഹത്തിന്റെ പേരിലാണ് ആ ഒരു ബ്രിഡ്ജ് അറിയപ്പെടുന്നത്. 1977 കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ചൈന അവരുടെ സെക്കൻഡ് മെട്രോളജിക്കൽ സാറ്റലൈറ്റ് സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തു. അതിന്റെ പേര് യുൻഹായ് 3. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ചൈനീസ് പേരാണ്. സോ അവരുടെ സെക്കൻഡ് മെട്രോളജിക്കൽ ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത് യുൻഹായ് 3. മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് എയറോസ്പേസ് സർവീസസ് ഇന്ത്യ ഗുരുഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തു. ഗുരുഗ്രാമിൽ അവരത് സ്റ്റാർട്ട് ചെയ്തു. ഇസ്രായേൽ ടീമാണ് എയറോസ്പേസ് സർവീസസ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗുരുഗ്രാമിലാണ്. വേൾഡ്സ് ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് കോപ്പർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഗുജറാത്തിലെ മുന്ദ്രയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദാനി ഗ്രൂപ്പാണ് കൊണ്ടുവരുന്നത്. സോ അവർ അനൗൺസ് ചെയ്തു ഫസ്റ്റ് ഫേസ് ഓഫ് വേൾഡ്സ് ലാർജസ്റ്റ് സിംഗിൾ ലൊക്കേഷൻ കോപ്പർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഗുജറാത്തിൽ വരുന്നു. ഗുജറാത്തിലെ മുന്ദ്രയിലാണ് വരുന്നത് ബൈ അദാനി ഗ്രൂപ്പ്. വേൾഡ്സ് ഫസ്റ്റ് ഓം ഷേപ്ഡ് ആയിട്ടുള്ള ടെമ്പിൾ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിലെ പാലിയിലാണ്. വേൾഡ്സ് ഫസ്റ്റ് ഓം ഷേപ്പിലുള്ള ടെമ്പിൾ അത് രാജസ്ഥാനിലെ പാലി ഡിസ്ട്രിക്റ്റിലെ ജദൻ വില്ലേജിലാണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഐക്കോണിക് ഫോമിൽ ഡിസൈൻ ചെയ്യുന്ന വേൾഡിലെ തന്നെ ഫസ്റ്റ് ടെമ്പിൾ ആണ്. വേൾഡ്സ് ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് പിഗ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒരു ലിവിംഗ് ഹ്യൂമൻ നടന്നത് USA-ലാണ്. ഒരു മനുഷ്യന് ഒരു പിഗിന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് USA-ലാണ്. ഏഷ്യാസ് ലാർജസ്റ്റ് ടൂലിപ്പ് ഗാർഡൻ ശ്രീനഗറിലാണ് ഏഷ്യാസ് ലാർജസ്റ്റ് ടൂലിപ്പ് ഗാർഡൻ വരുന്നത്. എർത്ത് അവർ 2024 മാർച്ച് 23rd എർത്ത് അവർ 2024. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ബിഗസ്റ്റ് അവർ ഫോർ എർത്ത്. 18th എഡിഷൻ ഓഫ് എർത്ത് അവർ ആയിരുന്നു. തീം എന്ന് പറയുന്നത് ബിഗസ്റ്റ് അവർ ഫോർ എർത്ത്. സോ മാർച്ച് 23rd അത്. ഐക്കോണിക് ആയിട്ടുള്ള ഇന്ത്യൻ ബ്രാൻഡ് അമുൽ അവരുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ USA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അവിടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ അമുൽ സ്റ്റാർട്ട് ഇറ്റ്സ് ഫസ്റ്റ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഇൻ USA. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇവന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു 10 days നടന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.